മക്കളെ ഈ കാണുന്നത് രാവിലെയുള്ള കാഴ്ച ഉണ്ടാ. ഇപ്പം ഏകദേശം 7 മണിയായിട്ടില്ല, 6:40 ആയിട്ടുള്ളൂ കേട്ടാ. ഫുള്ള് കോടയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. 10 ഡിഗ്രിയാണ് ഇപ്പം ടെമ്പറേച്ചർ. നോക്കി ഫുള്ള് കോടയുണ്ടാ. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. അതുപോലെ തന്നെ ഇഷ്ടംമാതിരി പശുക്കളുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൗണ്ടിൽ. ഇതിലെ പശുവിൻ്റെ ഒക്കെ മണിയടി സൗണ്ട് കേൾക്കാണ്ട്. ഇതിൻ്റെ ആ കഴുത്തിൽ ഇങ്ങനെ മണി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കിടന്നുറങ്ങാൻ ടൈമിലൊക്കെ മണിയടി സൗണ്ട് കേൾക്കാൻ പറ്റണ്ടായിരുന്നു. ഞാനിപ്പോൾ എണീച്ചുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പല്ലൊക്കെ തേക്കണം, നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഷേർഗാവിലാണ്. അപ്പോൾ അതേ കാലാവസ്ഥകൾ കണ്ടല്ലേ, അടിപൊളിയല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ സൈക്കിള് കംപ്ലൈൻ്റ് ആയി. അതിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്ര കേട്ടോ. അപ്പോൾ അത് ഇവിടെ എവിടെയും സൈക്കിളുകളെ കിട്ടില്ല. അവസാനം ഒരു കണക്കിന് ഇവിടെ ആസാമിലുള്ള കുറച്ച് ആൾക്കാർ തവാങ്ങിൽ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സൈക്കിൾ റേസ് ഉണ്ടായിരുന്നു MTBയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ആൾക്കാർ വഴി കോൺടാക്ട് കിട്ടിയതാണ്. കാരണം ഞാൻ പറഞ്ഞു, നമ്മളെവിടെ പെട്ടുപോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടാതിരിക്കില്ല കേട്ടോ. അത് എന്താ പറയുക, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്തായാലും. അത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിന് വലിയൊരു സൊല്യൂഷൻ തന്നെ ഉണ്ടാവും കേട്ടോ. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അങ്ങനെ അവർ വന്ന് ശരിയാക്കി. കാരണം എനിക്കിത് ചവിട്ടി പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ചവിട്ടിയിട്ടും കുഴപ്പമുണ്ടാകുന്നില്ല. പിന്നീട് ബാക്കി എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സാധനം അവർ റിപ്പയർ ചെയ്ത്. പിന്നെ ഇതിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഈ ഒരു ഫ്രീ വീലില്ലേ, ഇതിനൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്പോക്ക് പോയി കിടക്കണതാണ്. ഇതൊക്കെ മിക്കവാറും പൊട്ടാറായിട്ടുണ്ട്. പറ്റുന്ന പോലെ ഞാൻ നേരെ തവാങ് ബൂംല കയറാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അതല്ല എന്തെങ്കിലും ഇൻ കേസ് പറ്റിയെങ്കിൽ നമുക്കിവിടെ കട കിട്ടില്ല. കട കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ടത് ഇറ്റാനഗർ പോകണം, അല്ലെങ്കിൽ തിരിച്ച് ആസാം പോകണം. ആസാം പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓപ്ഷനിൽ ഗുവാഹട്ടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു ഷോപ്പ് കിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഷോപ്പുകളുണ്ട്. നമ്മൾ ഈ ചെറിയൊരു ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കും റേറ്റ് കുറവാന്ന്. പക്ഷേ അത് എൻ്റെ ഒരു ഇതിൽ വെച്ച് മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് ഇവർ മര്യാദക്ക് ക്ലിയർ ആയിട്ടല്ല ചെയ്യണത്. അതെനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കായിട്ടാണ്. പിന്നെ അല്ലാണ്ട് നമ്മൾ നല്ലൊരു ഷോപ്പിൽ നിന്ന് അവർ കറക്റ്റ് മെക്കാനിസം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് എടുക്കണ ഒരു ഷോപ്പുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല പ്രൊഫഷണലായിട്ടാണ് ചെയ്യണം. അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകളിൽ നല്ല പണി അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും മോശം പറയുന്നുണ്ടല്ലോ, നല്ല പണി അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഷോപ്പുകളിൽ. പക്ഷേ എനിക്ക് ആസാമിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ ഇത് ശരിയാക്കിയപ്പോൾ നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. നല്ല പൈസ. അതുപോലെ തന്നെ പകുതിയും നമ്മളാണ് ഇത് റിപ്പയർ ചെയ്തത്. ഇതിൽ ഒരു ഹെലികോപ്റ്റർ എന്തോ പോകണ്ട, കാണാൻ പറ്റില്ല കോടയുകൊണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ പോകണമെന്ന് ഞാൻ ആലോചിക്കണത്. അപ്പോൾ അതല്ല, ഇതിപ്പോൾ എനിക്ക് അറിയില്ല എത്രമാത്രം നമുക്ക് ഇത് സഞ്ചരിക്കാൻ പറ്റുമെന്ന്. പക്ഷേ മാക്സിമം ഇത് വെച്ച് ഞാൻ നേരെ തവാങ്ങിലേക്ക് പോകാനാണ് പ്ലാൻ. ഞാൻ ചവിട്ടിയിട്ട് അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഇൻ കേസ് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നെ നമ്മൾ പെട്ടുപോകും. പക്ഷേ മുന്നോട്ട് തന്നെ ഞാൻ പോകണം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാതിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നേരെ അവിടെ നിന്ന് വണ്ടി കയറ്റി ഇറ്റാനഗർ പോയിട്ടാണെങ്കിൽ ഞാൻ ശരിയാകും. കാരണം എനിക്ക് ബൂംല പാസ് തവാങ് കയറുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇവിടെ അടുത്ത് ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അവിടെ ചെന്ന് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് ഈ പോണത്. അപ്പോൾ അങ്ങാടേക്ക് പോകാട്ടോ. ആൾക്കാരൊക്കെ പയ്യെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നദിയിലേക്കുള്ള വഴി അടച്ചിട്ടേക്കണേ കേട്ടോ. അപ്പം നമ്മളിവിടെ കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വല്ല പൈപ്പുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴുകാലാന്ന് വെച്ചിട്ടാ. നല്ല തണുപ്പുണ്ട് മക്കളെ. അവിടെ കണ്ടില്ലേ, സൂര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട്. സൂര്യൻ ചേട്ടന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, ഫുള്ള് കോട മൂടിക്കിടക്കണേട്ടാ. എന്താ പറയാ, ഇവിടേക്ക് എല്ലാ വീട്ടുകാരും നല്ല ഉറക്കൊരുക്കും കേട്ടോ. ആരും അങ്ങനെ എണീച്ചിട്ടുണ്ടാവൂല. എന്ത് മാടത്താ. ഇതൊക്കെ ഈ തണുപ്പത്തൊക്കെ എങ്ങനെ പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ ആലോചിക്കണം. പക്ഷെ ഇതിൻ്റെ ആ ഒരു എന്താ നോക്കി, ഇതിനെ മറ്റേ ഇത് കണ്ടില്ല, തൂവൽ വെച്ച് ഇങ്ങനെ മറിഞ്ഞിരിക്കണമെന്ന് തോന്നണ്ടാ, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി. പട്ടിക്കുട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണ്ട് അവിടെ. അവിടെ ഇപ്പം നമ്മൾ മാത്രമേ പുറത്തേക്ക് ഇറങ്ങി നടക്കുള്ളൂ തോന്നല്. ഇതൊരു ചെറിയൊരു പോസ്റ്റ് ഓഫീസാണ്ടാ. പിന്നെ അത് ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ ബുദ്ധിസ്റ്റിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ പൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. സ്കൂളുണ്ടല്ലോ, സ്കൂൾ ഓപ്പൺ ആണോ? സ്കൂൾ ഓപ്പൺ ആണെങ്കിൽ അവിടെ പോയിട്ട് പല്ലൊക്കെ തേക്കാലാന്ന് വെച്ചാൽ അവിടെ പൈപ്പ് ഉണ്ട് കേട്ടോ സ്കൂളിൽ.
സ്കൂളിൽ ഇപ്പോൾ പിള്ളേർ എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ സ്കൂൾ തുറക്കുള്ളൂ എന്ന് തോന്നണേ. സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രാം ക്ലാസ് വരെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നേഴ്സറി അംഗനവാടിയൊക്കെ ഉണ്ടെന്നാണ് തോന്നണ. പക്ഷെ എന്ത് കാലാവസ്ഥയല്ലേ ശെൻ്റെ മോനെ. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് അതുപോലെ തന്നെ കഴുകി നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ആ ടെൻറ്റിൻ്റെ കടയിലേക്കാണ് പോണത്. തണുപ്പ് ചെറിയ രീതിയിൽ ഇങ്ങനെ പുറന്നു വന്നിട്ട് മുഖം കഴിയുമ്പോൾ നല്ല തണുപ്പുണ്ട് ഉള്ളതിൽ. വെള്ളമൊക്കെ ഇങ്ങനെ ഫ്രീസായിട്ട് ഇരിക്കണേണ്. നമ്മൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈമാട്ടാ. പക്ഷെ ഇത് വല്ലാത്തൊരു ഫീലാട്ടാ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീലൊക്കെ മാറും. അതുപോലെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ കാണിക്കാൻ വേറെ ഒന്നുമല്ല, അത് ഫുൾ അലങ്കോലമായിട്ട് കിടക്കണേണ്. ഇപ്പോൾ അതെ നമ്മുടെ ചെയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നോക്കി നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്നാലും തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. അല്ലേ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നപ്പോൾ ഒരാൾ വന്നാ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത്. കൊണ്ട് പേടിക്കണ്ട അപ്പോൾ ആൾ കഴിക്കാൻ കേട്ടോ. ഒരു കുഞ്ഞി പശുവാണ്. ഇന്നലെ വന്നാണ്. ഇന്നലെ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ഉണ്ടാകുന്നില്ല. പക്ഷെ ആൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അടുത്തേക്ക് ഇങ്ങനെ കൈയാണെങ്കിൽ വന്ന് നക്കിയൊക്കെ ചെയ്യും, പക്ഷേ ഓടിക്കളയോ കേട്ടോ. ഇന്നലെ എന്നെ തൊടാൻ അല്ലേ, ഇതാണ് അവസ്ഥ. എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കാണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിളെല്ലാം സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണേന്. ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ലാണ്ട് ആദ്യമായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സൈക്കിൾ ഇപ്പോൾ ഫസ്റ്റിലിട്ട് ചവിട്ടാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇറക്കത്തിലൊക്കെ സൈക്കിളിൽ ഇങ്ങനെ കാല്, അതായത് പെറ്റിൽ കാല് വെക്കാൻ പറ്റൂല. കാരണം പെറ്റിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി പോട്ടെ. കണ്ടില്ലേ, കാലിങ്ങനെ ടച്ച് ചെയ്ത് തന്നെ ലോക്കായിപ്പോവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോണത്. ഇതുമായിട്ടാണ് നമ്മൾ തവാങ്ങിലേക്ക് പോണത്. ഒരു പിടുത്തമില്ല എന്താവുമെന്ന്. ശരിക്കും ഈ ഒരു റൂട്ടൊക്കെ സഞ്ചരിക്കാൻ വല്ലാത്ത രസം തന്നെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി റൂട്ടാണ്. എനിക്ക് എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഞാൻ ഈ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെ എന്തോ പോലെ കിട്ടില്ല ക്ലാരിറ്റി. ആ ഒരു മരമൊക്കെ കണ്ടില്ലേ, ഇതാണല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇതെന്തോ മാർക്കറ്റ് ഏരിയ കേട്ടോ, കണ്ടില്ലേ. പക്ഷെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ കടകളാണ്, മരം വെച്ചുണ്ടാക്കിയ വീടാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ എല്ലാം കടകളാണ്. പിന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെയാണ് കേട്ടോ, ഇന്ത്യൻ ഓയില. വീണ്ടും നല്ല എട്ടിൻ്റെ പണി കിട്ടി മക്കളെ. നോക്കിയേ, പക്ഷെ എൻ്റെ പൊന്നെ, ഇതാണ് കേട്ടോ അവസ്ഥ. സാധനം ഇങ്ങനെ ഒടിഞ്ഞു പോയി. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഈ സാധനം ഒടിഞ്ഞു പോയിട്ടോ മക്കളെ. വീണ്ടും ഇത് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടോ, ഒടിഞ്ഞാണ് പോയത്. ശരിടാ, എന്ത് ചെയ്യുന്നൊരു പിടുത്തല്ലേ. ഇനി നല്ല രീതിയിൽ പെട്ടോ, നല്ല രീതിയിൽ പെട്ട് ഒരു വഴിയില്ല. ഈ ഒരു സാധനം വഹിക്കണോട്ടാ, എന്നാലേ നമുക്ക് തള്ളിക്കൊണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വണ്ടിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകണാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ നമുക്ക് സ്റ്റാൻഡർ. അതൊന്ന് അഴിച്ചു മാറ്റാം. സാധനം ചേഞ്ച് ചെയ്തിരിക്കണേട്ടാ. ഇനിയിപ്പോൾ ഇത് അയക്കണം, അയച്ച് മാറ്റിയിട്ട് വേണം ഇത് എടുക്കാൻ. ഖറാബ് ഹോ ഗയാ, പൂര ഖരാ. ഇവരാണ് നമ്മളെ സഹായിച്ച. നമുക്ക് ഇന്നിപ്പോ വണ്ടിക്ക് ലിഫ്റ്റ് തന്നേക്കണേ ഇവര്. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? തെൻസിൻ. ആപ്കാ നാം ക്യാ ഹൈ ഭയ്യ? കണ്ടു. അപ്പൊ ഇവന്റെ വണ്ടിയിൽ നമ്മള് സൈക്കിളിൽ ഓടി ചെയ്തട്ടാ. ഇതില്ലേ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഇവിടെ നേരെ രൂപയിലേക്കാണ് പോണത്. രൂപ യാസെ കിतना दूर है भैया? लगभग 20 किलोमीटर है ना? ओ अच्छा अच्छा.
അച്ഛാ 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 എന്നാ ഓ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ രൂപ പോവും. രൂപന്ന് സൈക്കിൾ കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളും നോക്കണം. അപ്പം എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഇവിടെ ചിലിപ്പാം മൊണാസ്ട്രിയുടെ അവിടെ എത്തിയേട്ടാ. പിന്നെ സൈക്കിൾ അവിടെ ഉണ്ട്. ഞങ്ങളിവിടെ ചായ കുടിക്കാണ്ട് വന്നേട്ടാ. ഇവിടെ രണ്ട് ഹായ്, ഇതാണ് കേട്ടോ ഒരു കട. ഹായ് ഭയ്യ. हाय हाय हेलो आपका नाम? मेरा हाँ मेरा नाम तेंजिन टिंजिन। आपका नाम क्या है भैया? खंडू खंडू। आप लोग जगह का नाम क्या आपका? शेर शेरगांव में शेरगांव से अभी चिलिपक ശില്പാ മേ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന സ്ഥലമുണ്ടാ ഇതല്ലേ. എന്നാലും അങ്ങോട്ട് കയറണം കേട്ടോ, കാരണം എൻ്റെ സൈക്കിള് ഇവിടെ ഉണ്ട്. അത് കുറച്ച് പണിയായിട്ടിരിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ അവസാനം ഇവരുടെ വണ്ടിയിൽ കയറ്റി ഇവരെനിക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ അതാണ്. ഇതിന് നല്ല രീതിയിൽ പണിയുണ്ട്. എനിക്കറിയില്ല എത്ര രൂപയാകുമെന്ന്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇത് സൈക്കിളിലെ കമ്പിയൊക്കെ ഒടിഞ്ഞു പോയിട്ടാ. പിന്നെ കുറച്ച് സാധനങ്ങൾ മാറ്റാനുണ്ട്. പിന്നെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സൈക്കിളിൻ്റെ അവസ്ഥ. ഈ വണ്ടിയിലാണ് നമ്മൾ കയറ്റി കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ കുപ്പിയൊക്കെ കയ്യിലുണ്ട്. പിന്നെ അതിലൊക്കെ പെട്രോൾ വീണെടുപ്പുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മക്കളെ ചിലിപ്പാം മൊണാസ്ട്രി കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോണേണ്. ശരിക്കും ഇത് ഭയങ്കര ഹൈലാണ്ടിരിക്കട്ടെ. ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു മൊണാസ്ട്രി ഉണ്ട്. പക്ഷെ ഇവർ നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഹെൽപ്പ് ചെയ്ത്. എനിക്കൊന്ന് ചെരുപ്പിട്ട് ഇങ്ങനെ കയറാമോ എന്ന് തോന്നുന്നുണ്ടോ. ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ തന്നെ കണ്ടില്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇത് ഫുള്ള് ടിബറ്റൻ സ്റ്റൈലാണ് ഇവരിങ്ങനെ കെട്ടിയിരിക്കണത്. നമുക്കെന്തായാലും മൊണാസ്ട്രിയുടെ അകത്തൊന്ന് കയറാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കലുണ്ടാവില്ല കേട്ടോ. അങ്ങനെ മക്കളെ നമ്മളിപ്പോൾ ആ ഒരു മൊണാസ്ട്രി കണ്ടിറങ്ങിയേട്ടാ. അവിടെ പ്രധാനമായിട്ടും ഉള്ളത് അവലോകിതേശ്വരയുടെയും പിന്നെ അതുപോലെ തന്നെ സഖ്യമുനിയുടെയും പ്രതിമകളാണ് കേട്ടോ. അതൊരു വലിയൊരു പ്രതിമയാണ്. അതുപോലെ തന്നെ കാണാൻ തന്നെ അടിപൊളിയാട്ടോ. ഇവൻ്റെ ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഇവരുടെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ കൂടുതലും ഇതുപോലെ ജ്യൂസ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവർ സമർപ്പിക്കും കേട്ടോ. ആ ഒരു അതായത് ഇവരുടെ ദൈവമാണല്ലോ ഓരോ ബുദ്ധന്മാരുടെ ആ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ജ്യൂസ് കാര്യങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ സമർപ്പിക്കും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല കേട്ടോ. നമ്മൾ കുറേ ശരിക്കും ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്ന മൊണാസ്ട്രി കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവരാണ് നമ്മളോട് പറഞ്ഞത് ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ സൈക്കിളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. ഇനി അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം കേട്ടോ. അത് തീരുമാനമാക്കണവരെയും ടെൻഷനാണ് മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് വന്നേക്കണേ കേട്ടോ. ഫ്രൈഡ് റൈസ്, ഞാനും പുള്ളിയും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താൽ. ഇവിടെ നൂഡിൽസ് ഉണ്ട്. ഭയ്യാ ഹായ്. നല്ല വ്യൂ ആണ് കേട്ടോ, കിടിലം വ്യൂ ആണ്. ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടി. ആ ഒരു മൊണാസ്ട്രിയുടെ അടുത്താണ് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കണത്. അങ്ങനെ മക്കളെ നമ്മൾ റൂമിലെത്തിയേട്ടാ. ഇതാണ് നമ്മുടെ റൂം. അവിടെ നമ്മൾ ചെറിയതായിട്ടൊരു ഷീറ്റ് പോലത്തെ ഒരു ഇത് വിരിച്ചേട്ടാ. ഷീറ്റല്ല, ഒരു ബെഡാണ് അത് വിരിച്ചേട്ടാ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബീഫാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നോക്കണം എന്താണെന്ന് തുറന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഗ്യാസ് സിസ്റ്റം പുള്ളി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമേ കുളിച്ചിട്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാമെന്ന് വെച്ച്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. ഇത് ടൈം എടുക്കും എന്തായാലും തിളക്കാൻ വേണ്ടി. എന്തായാലും ഈ ഒരു ഗ്യാസ് തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മക്കളെ ഇതാണ് നമ്മുടെ റൈസ്. പിന്നെ അതുപോലെ തന്നെ ഇത് അച്ചിങ്ങ, വെണ്ടക്ക, പിന്നെ ഇതെന്തൊരു കറി, പിന്നെ ഇത് പുതിന ചട്നി, പിന്നെ ഇതെന്തോ സോയാബീൻ്റെ കറി, പിന്നെ ഇതാണ് ബീഫ്, പരിപ്പ് കറി, പിന്നെ ഇതിലെന്തൊക്കെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സലാഡ്. ഇന്ന് നല്ല അടിപൊളി റിച്ച് ഫുഡാണ് നമുക്ക്.
ഇത് നമുക്ക് സെറ്റ് ആയി തന്ന ആ ഒരു പുള്ളിയാണ്. ഇപ്പം എന്തായാലും ഞാൻ കഴിച്ച് തരുന്ന ഡീറ്റെയിൽസ് പറയാട്ടാ.